തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തൂബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പുതിയ മെട്രോ ലൈൻ പണിയണമെന്ന് ആവശ്യപ്പെട്ട കുറുക്കോളി മൊയ്തീൻ MLA വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലിലാണ് കുറുക്കോളി മൊയ്തീൻ MLA തിരൂർ നിലമ്പൂർ മെട്രോ ആവശ്യപ്പെട്ടത്. ജനസാന്ദ്രത കൂടുതലുള്ള മലപ്പുറം ജില്ലയിൽ മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണെങ്കിൽ യാത്രാദൂരവും ചെലവും സമയവും ലാഭിക്കുവാൻ കഴിയുമെന്നായിരുന്നു കുറുക്കോളിയുടെ നിർദ്ദേശം. വാഹനപ്പെരുപ്പവും യാത്രക്കാരിലുണ്ടായ വൻ വർധനവും റോഡ് മാർഗമുള്ള യാത്രകൾ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഈ ദുരിതം അതിനേക്കാളേറെ കഷ്ടമാണ്. കേരളം ഒരു നഗരമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കേരളത്തിനേക്കാൾ ധൃതിയിലാണ് മലപ്പുറം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ പുതിയ യാത്രാ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത്, തുറക്കേണ്ടതും ആവശ്യമാണ്. ആ നിലക്കാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത്. ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും, തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും, ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത്. ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും, ചെലവ് കുറയും, സമയം ലാഭിക്കാൻ കഴിയും. എന്നാൽ കടുത്ത പ്രതികരണമാണ് മുഖ്യമന്ത്രി നൽകിയത്. ഈ സർക്കാരിൻ്റെയോ അടുത്ത പതിറ്റാണ്ടിൽ വരാനിരിക്കുന്ന സർക്കാരുകളുടെയോ ആലോചനയിൽ പോലും ഇങ്ങനെയൊരു പദ്ധതിയില്ലെന്നും MLA-മാർക്ക് ഏത് കാര്യവും ഉന്നയിക്കാം, പക്ഷേ ഇതൊക്കെ സഭയിൽ അവതരിപ്പിക്കാൻ അനുവദിക്കണോ എന്നോ നിയമസഭ സെക്രട്ടേറിയറ്റ് ആലോചിക്കണമെന്നും ശാസനരൂപത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരംഗത്തിന് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ വേണമെന്നുള്ളത് അംഗം നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുന്നത് നന്നായിരിക്കും. അടുത്ത ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്ത് മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ ലൈനിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു സർക്കാരിൻ്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത്. ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിക്കുന്നയാൾക്ക് ഒരു ചോദ്യം കൂടി ഉന്നയിക്കാമെന്നിരിക്കെ കുറുക്കോളി മൊയ്തീൻ MLA മെട്രോ വിട്ട് നഞ്ചൻകോട് റെയിൽവേ സ്റ്റേഷൻ വികസനമെങ്കിലും പരിഗണിക്കുമോ എന്ന് ചോദിച്ചു. ഇത് ആലോചിക്കാമെന്നായി മുഖ്യമന്ത്രിയുടെ മറുപടി.